നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. മൂന്നാറാണ്. ഡാമിലേക്കാണ് പോകുന്നത്. നല്ലൊരു കുത്തനെയുള്ള ഇറക്കമാണ്. അതാണ് ആദ്യം നടപ്പിലേക്ക് പോകണം. പ്രകടന പത്രമെങ്കിൽ ആദ്യം നടപ്പിലേക്ക് പോകണം. അതാണെന്ന് പറഞ്ഞത്. അവിടെ സംഭവിക്കാൻ പറയുന്നത് വെച്ചാൽ KSRTCയുടെ ബിൽഡിങ്സ് വാടക കൊടുക്കുന്നില്ലേ, അതിൽ എത്ര കോടി രൂപ നഷ്ടമുണ്ട്. സ്ത്രീകൾക്ക് സൗകര്യം കൊടുക്കുമ്പോൾ ഇത്ര നഷ്ടമുണ്ട്. ആ നഷ്ടം വേറെ നിൽക്കത്തുള്ളൂ. അതിന് ഈ KSRTCയുടെ ബിൽഡിംഗ് വാടക കൊടുക്കുന്നില്ലേ, ആ ബിൽഡിങ്ങിൻ്റെ വാടക ഇവളിപ്പം നോക്കിയപ്പോൾ അവർ നോക്കിയപ്പോഴേ ബിൽഡിങ്ങിന്റെ വാടക ഇപ്പൊ ട്രിവാൻഡ്രം ആയിക്കോട്ടെ, എറണാകുളം ആയിക്കോട്ടെ, പറയട്ടെ എറണാകുളം സിറ്റി പാലയിലോട്ടത്തും മറ്റേ ഇത് നമ്മുടെ വൈറ്റിലെ ഹബിലും ട്രിവാൻഡ്രം തമ്പാനൂരിലൊക്കെ KSRTC സ്റ്റാൻഡിന് നമുക്ക് വാടക എത്രയെന്ന് അറിയാവുള്ളൂ. വെറും 20,000 രൂപ വാടക, 25,000 രൂപ. അതേ സമയത്ത് ഓപ്പോസിറ്റുള്ള പ്രൈവറ്റ് ബിൽഡിങ്ങിന്റെ വാടക വെച്ചാൽ 40,000. അത് അത്രയാക്കൂല, കുറച്ച് കൂടും. 49 വർഷം 99 വർഷം അങ്ങനെ വരുന്നത്. ആവറേജ് 13 കോടി രൂപയുടെ കളക്ഷൻ വരുന്നതിന് അത് ഡെയിലി 7 കോടി രൂപയോളം സ്ത്രീകളുടെയാണ് കൂടുതൽ. ഡെയിലി 7 കോടി രൂപ നഷ്ടമാണ്. അത് നികത്താനായിട്ട് ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വാടക കൂട്ടുക, KSRTC ബിൽഡിങ്ങിന്റെ വാടക കൂട്ടുക. പിന്നെ അവർ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 20 കോടി രൂപ ഒരു മാസം പറയുന്നു. കാരണം അത്രയും ബിൽഡിംഗ് KSRTC ഉണ്ടെന്ന് KSRTC വാടക കിട്ടും. ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയത്തില്ല. കാരണം ഇപ്പം നിലവിലുള്ള കാൽക്കുലേഷൻ കേരളത്തിന് 3 കിട്ടി. അതെ, 3 കിട്ടി. ഇവിടെ 140 മണ്ഡലമേ ഉള്ളൂ. അവിടെ 280 മണ്ഡലം. ആണ് CP ജോണായിരിക്കും മിക്കവാറും ധനകാര്യം. രണ്ടുപേരുടെ അറിയാമല്ലോ. RC ആയാലും കൊള്ളാം. കേസ് വരാൻ പറ്റും. അയാൾക്ക് MP ആണ്. ഇനി അയാൾ പുതിയതായി മത്സരിച്ചിട്ട് എന്തൊക്കെ പറയണം. ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും. അയാൾ അവകാശപ്പെടുന്നത് തെറ്റല്ലേ? വലിയൊരു പൊസിഷൻ അയാൾ എന്ത് ചെയ്തിട്ടാണ് അയാൾക്ക് ആകണമെന്നുള്ളത് പറയണം. അയാൾ ചെയ്തിട്ടുണ്ടാവും. ഇതിലെല്ലാം അതിങ്ങനെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഇടയിൽ അതുള്ള ആള് ഇവിടെ അവകാശവാദം തെറ്റാണ്. അല്ലാതെ എല്ലാവർക്കും ധാരണ കിട്ടിയിട്ടില്ലേ? അയാളൊന്നും ആവാൻ പറ്റില്ല. ഇതെങ്ങനെ ആക്കിയെടുത്തത് ഇയാളാണ്. ഇത് MLA-മാർ മൊത്തം അങ്ങനെ ആളാണ്. ഇത് അയാളാണെങ്കിൽ ഒരു അയവുണ്ടാവും. വീട്ടിൽ അയവുണ്ടാവില്ല. കോൺഗ്രസിന്റെ പക്ഷേ